നമ്മൾ PYQ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷനും കൂടി നമ്മൾ പഠിക്കണം. ഓപ്ഷനിലും വരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ മാക്സിമം പഠിക്കുകയാണ് വേണ്ടത്. ടീച്ചേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പരീക്ഷയിൽ PSC പരീക്ഷകളിൽ ചോദിച്ച കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതായത് PYQ ഡിസ്കഷൻ. അതെ, അപ്പം നമ്മളുടെ കെമിസ്ട്രിയിൽ നമുക്കറിയാം എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണോ കെമിസ്ട്രിയിൽ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസിലും എന്നുള്ളതാണ് നമുക്ക് എന്ത് വരിക, എക്സാമിന് വരിക. ഓക്കെ, അപ്പം നമുക്ക് കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥത്തിന്റെ പേര്. അതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഇരുമ്പുണ്ട്, സ്വർണ്ണമുണ്ട്, ജലമുണ്ട്, വെള്ളിയുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് താപധാരിത എന്ന് പറയണം അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എന്താണ് താപധാരിത എന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഈ താപം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ താപം, ഊഷ്മാവ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ താപധാരിത എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? താപധാരിത എന്ന് പറയുന്നത്. അപ്പോൾ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇരുമ്പ് തന്നിട്ടുണ്ട്, സ്വർണം തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്, വെള്ളി തന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇരുമ്പിൻ്റെ താപധാരിത എന്ന് പറയുന്നത് അറൗണ്ട് എത്രയാണ്? 449 ആ റേഞ്ചിലാണ് ഇരുമ്പിൻ്റെ താപധാരിത വരുന്നത്, വിശിഷ്ട താപധാരിത. സ്വർണ്ണമാകുമ്പോൾ വരുന്നത് അറൗണ്ട് 129 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. വെള്ളിക്കാണ് നമ്മൾ കണ്ടയിൽ വെച്ച് കുറവ് താപധാരിത വരുന്നത്, 0.129 എന്നൊക്കെ വരുന്നത്. നമ്മളെ ജലത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത് അറൗണ്ട് 4184. ഓക്കെ, ജലത്തിൻ്റെ താപധാരിത 4184 വരുന്നുണ്ട്. അപ്പം നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ റൗണ്ട് ഫിഗർ ആയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്? 4200 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പറയാം വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. അപ്പം ഈ തന്നിരിക്കുന്നതിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതായിരിക്കും? ജലമായിരിക്കും എന്ത്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. ഓക്കെ, അപ്പോൾ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ളതുകൊണ്ടാണ് ജലം പെട്ടെന്ന് എന്താവുന്നില്ല, താപം പെട്ടെന്ന് എന്താണ് ജലത്തിലേക്ക് അങ്ങ് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ റേഡിയേറ്ററുകളിലൊക്കെ എന്തായിട്ട് കൂളൻ്റായിട്ട് എന്താണ് ജലം ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിൻ്റെ താപനില പെട്ടെന്ന് എന്താ ഉയരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂളൻ്റായിട്ട് എന്തുപയോഗിക്കുന്നത്? ജലത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? ജലമാണ്. ഇത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജലത്തിൻ്റെ താപധാരിത എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4184 പക്ഷേ നമ്മൾ PSCയിൽ റൗണ്ട് ഫിഗർ ആയിട്ട് 4200 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഓക്കെ, അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രം, ഹൈഡ്രജത്തിന് ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ എന്താ സംഭവിക്കുന്നത്? ഉയർന്ന ഊർജ്ജ നിലയിൽ നിന്ന് താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് വരുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. അതായത് റേഡിയേഷൻ്റെ രൂപത്തിൽ എന്താണ് അത് ഇലക്ട്രോണിനെ എന്താവുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് റേഞ്ചുകൾ, കുറച്ച് സീരീസുകളായിട്ടാണ്, സ്പെക്ട്രൽ സീരീസിലായിട്ടാണ് അത് പോകുന്നത്. ആ സ്പെക്ട്രൽ സീരീസിന് നമുക്ക് പറയുന്ന പേരാണ് ഒന്ന് ലൈമൺ സീരീസ്, രണ്ടാമത്തത് ബാൽമർ സീരീസ്, മൂന്നാമത്തത് പാഷൻ സീരീസ്, നാലാമത്തത് ബ്രാക്കറ്റ് സീരീസ്, അഞ്ചാമത്തത് ഫൺ സീരീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ നമുക്ക് സീരീസുകളാണ്, 4 സീരീസുകളായിട്ടാണ് വരുന്നത്.
ഒന്ന് ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൈമൺ സീരീസും ബാൽമർ സീരീസും കാണുന്നത്, ലൈമൺ സീരീസ് കാണുന്നത് UV റീജിയനിലും ബാൽമർ സീരീസ് കാണുന്ന ഏത് റീജിയനിലാണ്? വിസിബിൾ റീജിയനിലും ആണ്. ബാക്കിയെല്ലാം നമുക്ക് കാണുന്ന ഏത് റീജിയനിലാണ്? IR റീജിയനിലാണ്. ഓക്കെ, അപ്പോൾ ലൈമൺ സീരീസ് കാണുന്നത് ഏത് റീജിയനിലാണ്? UV റീജിയനിലാണ്. ഓക്കെ, ബാൽമർ സീരീസ് കാണുന്ന ഏത് റീജിയനിലാണ്? വിസിബിൾ റീജിയനിലാണ്. ഓക്കെ, ബാക്കിയെല്ലാം കാണുന്ന ഏത് റീജിയനിലാണ്? IR റീജിയനിലാണ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ സീരീസ് വരുന്നത് അൾട്രാവയലറ്റ് മേഖല, ദൃശ്യമേഖല, ഇൻഫ്രാറെഡ് മേഖല, പിന്നെ ഏതാണ്? മൈക്രോവേവ് മേഖല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് അൾട്രാവയലറ്റ് മേഖല. ലൈമൺ സീരീസ് കാണുന്ന ഏത് മേഖലയിലാണ്? അൾട്രാവയലറ്റ് മേഖല. അൾട്രാവയലറ്റ് മേഖല തന്നെയാണ് എന്ത് കൊടുത്തത്? UV മേഖല എന്ന് കൊടുക്കുന്ന ഏതാണ്? അൾട്രാവയലറ്റ് മേഖലയാണ്. വിസിബിൾ മേഖല എന്ന് പറയുന്നത് ഏതാണ്? ദൃശ്യമേഖലയാണ്. അൾട്രാവയലറ്റ് മേഖലയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? UV മേഖല. ദൃശ്യമേഖലയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വിസിബിൾ റീജിയൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 സീരീസിലാണ് ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഓക്കെ, ലൈമൺ സീരീസ് വരുന്നത് UV റീജിയനിൽ, ബാൽമർ സീരീസ് വരുന്നത് വിസിബിൾ റീജിയനിൽ, ബാക്കി 3 വരുന്ന ഏത് റീജിയനിലാണ്? IR റീജിയനിലാണ്. ഓക്കെ, ഇത് നമ്മളെ PSCയിൽ ഇപ്പം ഇത് ശരിക്കും +2ൻ്റെ ടോപ്പിക്കാണ്. ഇത് നമ്മളെ PSCയിലേക്ക് ഇപ്പോൾ ആ ടോപ്പിക് കൂടി കടന്നങ്ങ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ, അമ്ലം മീൻസ് ആസിഡ്. ഓക്കെ, ആസിഡ് എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ഇതിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? ലൂയിസ് കൊടുത്തിട്ടുണ്ട്, അറീനിയസ് കൊടുത്തിട്ടുണ്ട്, ബ്രോൺസ്റ്റൺ ലോറി കൊടുത്തിട്ടുണ്ട്, ലാവോസിയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആസിഡുകൾ എന്താണ്, ബേസുകൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യമായിട്ടൊരു സിദ്ധാന്തം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് ആര്? അറീനിയസ് ആണ്. അറീനിയസ് പറയുന്നത് H+ന് ഡോണർ, H+ന്റെ ഡോണേഴ്സ് ആണ്, ദാതാക്കളാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. H+ സ്വീകർത്താക്കളാണ് ആര് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. അതാണ് അറീനിയസിന്റെ കൺസെപ്റ്റ്. രണ്ടാമത് വരുന്ന ആളാണ് ആര്? ബ്രോൺസ്റ്റൺ ലോവറി കോൺസെപ്റ്റ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അവർ H+ന് പകരം അവർ എന്ത് പറയുന്നുണ്ട്? പ്രോട്ടോൺ പറയുന്നുണ്ട്. ഓക്കെ, പ്രോട്ടോൺ ഡോണേഴ്സ്, പ്രോട്ടോണിന്റെ ദാതാവാണ് ആസിഡ്, പ്രോട്ടോണിന്റെ സ്വീകർത്താവാണ് ആര്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന സയന്റിസ്റ്റ് ആണ് ആര്? ലൂയിസ് പറയുന്നത് എന്താ? ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോൺ ജോഡി സ്വീകരിക്കുന്നതാണ് ആസിഡ്, അതേപോലെ തന്നെ ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്നതാണ് ആര്? ബേസ്. അതാണ് ആര് കൺസെപ്റ്റ്? ലൂയിസ് കൺസെപ്റ്റ്. പിന്നെ ഈ ലൂയിസ് കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള കെമിസ്ട്രിയിലെ പഠനങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അറീനിയസ് ആണ്. അറീനിയസ് പറയുന്നത് എന്താ വെച്ചാൽ H+ അയോൺ ഡോണേഴ്സ് ആണ്, അതായത് H+ അയോൺ ദാതാക്കളാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. H+ അയോൺ സ്വീകർത്താക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞാലാണ് നമ്മൾ ആര് വരുന്നത്? ബ്രോൺസ്റ്റൺ ലോവറി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോൺസ്റ്റൺ ലോവറി എന്ന് പറയുന്നത് പ്രോട്ടോൺ ദാതാക്കളാണ് ആസിഡ് എന്ന് പറയുന്നത്, പ്രോട്ടോൺ സ്വീകർത്താക്കളാണ് ആരെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. പിന്നീടാണ് ആര് വരുന്നത്? ലൂയിസ് വരുന്നത്. നമ്മൾ ലൂയിസ് സിമ്പലൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. ലൂയിസ് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ജോഡി, അതായത് ഒരു ജോഡി ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവരാണ് ആസിഡ്, അവരെ വിട്ടുകൊടുക്കുന്നവരാണ് ആര്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ ഓപ്ഷനിൽ കൊടുത്ത വേറൊരാളാണ് ആര്? ലാവോസിയർ. ലാവോസിയർ എന്ന് പറയുന്നത് അതായത് നമ്മളെ മൂലക വർഗീകരണത്തിന്റെ ആദ്യകാല ശ്രമത്തിലെ ഫസ്റ്റ് പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ലാവോസിയർ. അപ്പോൾ ലാവോസിയർ എന്താ ചെയ്തെന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന മൂലകങ്ങളെ ലാവോസിയർ ലോഹങ്ങളായിട്ടും അലോഹങ്ങളായിട്ടും ക്ലാസിഫൈ ചെയ്തു. അത് നമ്മൾ എന്താണ്? മൂലക വർഗീകരണത്തിലെ ആദ്യകാല ശ്രമത്തിൽ വരുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ലാവോസിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ 4 ഓപ്ഷനും നമ്മൾ നല്ലോണം പഠിച്ചു നോക്കുക. അടുത്തൊരു എക്സാമിന് ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനെ കുറിച്ചായിരിക്കും നമുക്ക് ചോദിക്കുക. നമുക്ക് ഇതിൽ തന്നെ കാണാം, കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്നുള്ള ഒരാളെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് എന്ന ആശയം അപ്പോൾ മുന്നോട്ട് വെച്ച സയന്റിസ്റ്റ് ആരാണ്? ഓക്കെ, അറീനിയസ് ആണ് ആ സയന്റിസ്റ്റ്. ഓക്കെ, അമ്ലം എന്നാൽ ആസിഡ് എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ്, ഡോണേഴ്സ് ആണ് പറഞ്ഞത് ആരാണ്? അറീനിയസ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ഓക്കെ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി. വിത്തൗട്ട് കാർബൺ ദർ ഇസ് നോ ഓർഗാനിക് കെമിസ്ട്രി, അല്ലേ? അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആളാണ് കാർബൺ.
ഓക്കെ, കാർബണിൻ്റെ രൂപാന്തരത്തെ അല്ലേ നമുക്കറിയാം. നമ്മൾ കഴുത്തിലും കൈമിലും ഒക്കെ ഇടുന്ന നമ്മളുടെ ഡയമണ്ട് ആയാലും പിന്നെ നമ്മളെ കരി, കാർബൺ, അതേപോലെ നമ്മളെ പെൻസിലിൻ്റെ ലെഡ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെ എന്താണ് കാർബണിൻ്റെ വ്യത്യസ്ത രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും ഉറപ്പുള്ള പദാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വജ്രവും. ഓക്കെ, അപ്പം നമ്മൾ സ്നേഹകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റും എല്ലാം എന്തുണ്ട് കാർബണിൻ്റെ വിവിധ തരം രൂപാന്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള പിന്നീട് ഫുള്ളറിൻ ഉണ്ട് അല്ലേ, ബക്മിൻസ്റ്റർ ഫുള്ളറിൻ. അതായത് ബക്മിൻസ്റ്റർ എന്ന സയൻറ്റിസ്റ്റ് ആണ് ആ കാർബണിൻ്റെ രൂപാന്തരം കണ്ടെത്തിയത്. ഫുള്ളറിൻ എന്നാണ് ആ രൂപാന്തരത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൽ വെച്ചിട്ട് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപം എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് നോക്കാം. ആൻസർ ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നമ്മൾ സ്ഥിരതയെ പെട്ടെന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയൺ ദാതാവ് എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ്. അതിൻ്റെ ഓപ്ഷനിൽ കണ്ടില്ലായിരുന്നു, നമ്മൾ കുറച്ചു മുന്നേ കണ്ടില്ലേ? ഓക്കെ, അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയൺ ദാതാവ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരെന്നുള്ള ക്വസ്റ്റ്യനല്ലേ നമ്മൾ കണ്ടത്. അതിൽ ലൂവിസും ഉണ്ട്, അറീനിയസും ഉണ്ട്, ബ്രോൺസ്റ്റൺ ലോവറി ഉണ്ട്, ലാവോസിയറും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ അറീനിയസ് കിട്ടി. ഇനി അടുത്തൊരു എക്സാമിന് PSC ചോദിച്ചത് നമ്മളെ ബ്രോൺസ്റ്റൺ ലോവറിയെ കുറിച്ചാണ്. അതായത് നമ്മൾ വന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചോദിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ശ്രദ്ധിക്കും, ബ്രോൺസ്റ്റൺ ലോവറി എന്നുള്ളത് ലോറി ബ്രോൺസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ലോറി ബ്രോൺസ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രോട്ടോൺ ദാതാക്കളാണ് ആസിഡും, അതേപോലെ പ്രോട്ടോൺ സ്വീകർത്താക്കളാണ് ആര്? ബേസ് എന്നുമുണ്ട്. അപ്പം ഇവിടെ പ്രോട്ടോൺ വരെ അവർ എന്ത് കൊടുത്തിട്ടുണ്ട്? H+ എന്നാണ് കൊടുത്തത്. പ്രോട്ടോൺ എന്ന് പറയുന്നത് H+ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് H+ ദാതാവ് എന്നാണ്, ബേസ് എന്ന് പറയുന്നത് എന്താണ്? H+ സ്വീകർത്താവാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നല്ലോണം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം എന്ത് കിട്ടും? നമ്മളുടെ മാർക്ക് കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഓപ്ഷൻസും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിക്കില്ല വേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഓപ്ഷൻസും നമ്മൾ എന്തായിട്ട് പഠിക്കുക? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആ ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എന്തിനു വരിക? എക്സാമിന് വരിക. അപ്പം നമ്മൾ PYQ ഡിസ്കഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും ചിലപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസറും അതേപോലെ തന്നെ വരുമായിരിക്കാം. പക്ഷേ നമ്മൾ യഥാർത്ഥ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ ഒരു PYQ ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടാൽ അതിൽ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിനെയും കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് ആ ഓപ്ഷൻ അവിടെ വന്നു, അതിൻ്റെ പ്രാധാന്യം എന്ത്, ആ പ്രാധാന്യത്തെക്കുറിച്ചും കൂടി നമ്മൾ പഠിച്ചാലാണ് നമുക്ക് നമ്മളൊരു PYQ ചെയ്യുന്നതിനൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വായിക്കുക, അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ PYQ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷനും കൂടി നമ്മൾ പഠിക്കണം. ഓപ്ഷനിലും വരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ മാക്സിമം പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഓക്കെ, അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെ വന്നു? 2 വന്നു, 18 വന്നു, 8 വന്നു, 32 വന്നു. അപ്പം നമ്മൾ അഷ്ടക നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അഷ്ടക നിയമം അനുസരിച്ച് എത്ര ഇലക്ട്രോൺ വേണം സ്ഥിരത കൈവരിക്കാൻ? 8 ഇലക്ട്രോൺ വേണം അല്ലേ? 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് എന്ത് കൈവരിക്കും? മാക്സിമം അത് സ്ഥിരത കൈവരിക്കും. പിന്നെ അത് രാസപ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കില്ല. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. സ്ഥിരത കൈവരിച്ചാൽ പിന്നെ അവരെന്തിന് പങ്കെടുക്കുന്നില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള ഷെല്ലുകൾ K, L, M, N അല്ലേ? ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? 2n², 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 2n². നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെല്ലാകുമ്പോൾ 2 × 1². അപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. 2 × 2², 8 കിട്ടി. 2 × 3², അപ്പോൾ എത്ര? 18 കിട്ടി. 2 × 4², അപ്പോൾ എത്ര കിട്ടി? 32 കിട്ടി. മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8ആണ്. ഓക്കെ, ഏതൊരു മാക്സിമം ഇലക്ട്രോണിൻ്റെ, ഏതൊരു ബാഹ്യതമ ഷെല്ലിൻ്റെ, ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8ആണ്. ഓക്കെ, 8 ഇലക്ട്രോൺ ആണ് അതിന് മാക്സിമം ഇലക്ട്രോൺ കപ്പാസിറ്റി. അതിനെന്ത് കിട്ടും? അപ്പോൾ സ്ഥിരത കൈവരിക്കും. പിന്നീട് അത് വേറെ രാസപ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏത്?
എന്താ ഈ ധാതു എന്ന് വെച്ചാൽ അതായത് ലോഹം വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ധാതു എന്ന് പറയുന്നത്. അപ്പോൾ ആ ധാതുക്കളിൽ തന്നെ എന്തുണ്ട് അയിരുകളുണ്ട് അല്ലേ. അതായത് ആ ലോഹത്തിന്റെ അംശം കൂടുതലുള്ള അളവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് അയിര് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിന്റെ ധാതു ഏതാന്നാണ് ചോദിച്ചത്. ഏതൊക്കെയുണ്ട്? കലാമിൻ ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട് അല്ലേ. കലാമിൻ എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ്? ഏതിന്റെ ധാതുവാണ്? കലാമിൻ സിങ്ക് ആണ്. കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ? ഇരുമ്പിന്റെയാണ്. പിന്നെ ഏതാണ്? അലൂമിനിയത്തിന്റെ ധാതു. അപ്പോൾ ഇതിൽ ഏതാ വരിക? ഓക്കെ, ക്രയോലൈറ്റ് ആണ് ഇതിന്റെ വരിക, അലൂമിനിയത്തിന്റെ ധാതുവായിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്ററിൽ ലോഹങ്ങളും ലോഹ നിർമ്മാണം, ലോഹ സംസ്കരണം, അതിൽ നമ്മൾ ധാതുക്കളെയും അയിരിനെയും ഒക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അയിര് അതായത് നമ്മൾ ലോഹം വേർതിരിച്ചെടുക്കുന്നത് അയിരിൽ നിന്നാണ്. അതായത് ലോഹത്തിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ധാതുവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് അയിരുകൾ എന്ന് പറയുന്നത് അല്ലേ. അയിരുകളും ധാതുക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്? ലോഹ നിർമ്മാണം, ലോഹ നിഷ്കർഷണം എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? അപ്പൊ നോക്കൂ, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ നോക്കൂ. 29.9, 20%, 20.9%, 22%. അപ്പൊ ഇത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. എത്രയാണ് ഓക്സിജന്റെ അളവ്? നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. നൈട്രജന്റെ അളവ് എത്രയാണ്? അറൗണ്ട് 78% ഏതുണ്ട്? നൈട്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ മാത്രം പഠിച്ച പോലെ ബാക്കി എല്ലാതും കൂടി നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് 20.9 എന്നാണ്. അത് 21%. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 21% എന്ന് കൊടുത്താലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അതും എന്താണ്? അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവാണ്. 20.9 എന്നുള്ളത് എത്രയാണ്? 20.9 നമ്മൾ 21% കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് കൂടി നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ തന്നെ പിന്നീട് എന്തായിട്ട് വരുന്നുണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് വരും. ഓക്കെ, ദെൻ താങ്ക് യു.